ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും ബാക്ക്ഗ്രൗണ്ടിലായി വരേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഫ്രെയിം ക്യാപ്ചർ ചെയ്യുന്നതിനായി ഈ ക്യാപ്ചർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ ആൻഡ് സേവ് കൊടുക്കുക. ഫ്രെയിം ക്യാപ്ചർഡ് ആയിട്ടുണ്ട്. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ സാച്ചുറേഷൻ ലെവൽ മാക്സിമം കുറച്ചു വെക്കുക. ആവശ്യമെങ്കിൽ ഇവിടങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ഇമേജിന്റെ ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും നിങ്ങൾക്ക് വേണ്ട വിധം അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ഇമേജ് ലെയർ ഓപ്പൺ ചെയ്യുക. ഈ എഡിറ്റിംഗിനായി ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം എൻലാർജ് ചെയ്ത് സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സ്ക്രീനിന് മുകളിലായി കൊണ്ടുവന്ന് ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ആദ്യത്തെ ഒറിജിനൽ ഗ്രീൻ സ്ക്രീൻ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ടൈം ലൈനിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. ആനിമേഷന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അടയാളപ്പെടുത്തുന്നതിനായി ഈ ആനിമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടൈം ലൈനിൽ നിന്നും കർസർ വീണ്ടും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. സ്ക്രീനിൽ നിന്നും ഇമേജ് ഇതുപോലെ ഒരൽപ്പം ഉയർത്തി വെക്കുക. കർസർ വീണ്ടും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. സ്ക്രീനിൽ നിന്നും ഇമേജ് ഇതുപോലെ കുറച്ചുകൂടി ഉയർത്തി വെക്കുക. ഈ രീതിയിൽ ഗ്രീൻ സ്ക്രീൻ ഇമേജ് സ്ക്രീനിന്റെ മുകൾ ഭാഗം എത്തുന്നതുവരെയും ആനിമേഷൻ സ്റ്റെപ്പുകൾ നൽകുക. അതുപോലെ തന്നെ താഴേക്കുള്ള ആനിമേഷൻ മൂവ്മെന്റ്സും നൽകുക. ആനിമേഷന്റെ എൻഡിംഗ് പോയിന്റ് നൽകുന്നതിനായി കർസർ ഈ ലെയറിന്റെ ഏകദേശം അവസാന ഭാഗത്തായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഗ്രീൻ സ്ക്രീൻ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം നിന്നിരുന്ന പൊസിഷനിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക. ഈ ലെയറിന് വേണ്ട എല്ലാ ആനിമേഷൻ സ്റ്റെപ്പുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഗ്രീൻ സ്ക്രീൻ ഇമേജ് ലെയറിൽ ആനിമേഷന് വേണ്ടി ചെയ്ത സ്റ്റെപ്പുകളെല്ലാം ഇവിടെയും അതുപോലെ തന്നെ ആവർത്തിക്കുക. ആനിമേഷന്റെ എൻഡിംഗ് പോയിന്റ് നൽകുന്നതിനായി കർസർ ഈ ലെയറിന്റെ ഏകദേശം അവസാന ഭാഗത്തായി കൊണ്ടുവന്ന് വെക്കുക. സ്ക്രീനിൽ നിന്നും ഗ്രീൻ സ്ക്രീൻ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം നിന്നിരുന്ന പൊസിഷനിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക. ഈ ലെയറിലേക്കും വേണ്ട എല്ലാ ആനിമേഷൻ സ്റ്റെപ്പുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യിക്കുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളും ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്ത് കളയുക. എല്ലാ ലെയറുകളും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങളുടെ കൈൻമാസ്റ്റർ ക്യാപ്ചർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ക്യാപ്ചർ ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ക്രോമ കീ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്രോമ ഫങ്ഷൻസ് എനേബിൾ ചെയ്യുക. കീ കളർ ഇവിടെ ഗ്രീൻ കളർ തന്നെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റിൽ നിന്നുള്ള ഗ്രീൻ കളർ നമുക്ക് വേണ്ട വിധം ഇല്ലാതെയായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഈ 2 കീകളിലെയും പെർസെൻറ്റേജസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെംപ്ലേറ്റിൽ നിന്നുമുള്ള ഗ്രീൻ കളർ പൂർണ്ണമായും ഇല്ലാതെയാക്കേണ്ടതാണ്.
മുകളിലത്തെ ഇമേജ് ലെയറിന്റെ ഡ്യൂറേഷനും വീഡിയോ ലെയറിന്റെ ഡ്യൂറേഷന് അനുസൃതമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. തമ്പനെയിലിൽ കാണിച്ചിട്ടുള്ള മറ്റ് 2 വീഡിയോസും വ്യത്യസ്ത ഇമേജുകൾ ഉപയോഗിച്ച് ഇതേ സ്റ്റെപ്പുകളിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.